തെളിവെടുപ്പിനായി വേണ്ടി ഗോവിന്ദചാമിയെ കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതീവ സുരക്ഷയിലാണ് ഇപ്പോൾ ഗോവിന്ദചാമിയെ തെളിവെടുപ്പിനായി കണ്ണൂർ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ ഗോവിന്ദചാമിയെ കാണാം. വലിയ പോലീസ് സന്നാഹം തന്നെ ഗോവിന്ദചാമിയെ കൊണ്ടുപോകുന്ന പോലീസ് വാഹനത്തിൽ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ സുരക്ഷാ അകമ്പടിയോടുകൂടിയാണ് തെളിവെടുപ്പിനായി ഗോവിന്ദചാമിയെ കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായും ജനങ്ങളിൽ നിന്ന് വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം എന്നുകൂടി പോലീസ് അനുമാനിക്കുന്നുണ്ട്. എന്തായാലും വലിയ സുരക്ഷാ വിന്യാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ഗോവിന്ദചാമിയെ തെളിവെടുപ്പിനായി കണ്ണൂർ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി കണ്ണൂർ ജയിലിൽ പാർപ്പിക്കില്ല ഗോവിന്ദചാമിയെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ഒരു പക്ഷേ തൃശ്ശൂരിലെ വിയ്യൂരിലേക്ക് ഗോവിന്ദചാമിയെ, അതീവ സുരക്ഷ ഉള്ള സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള ജയിലാണ് തൃശ്ശൂരിലെ വിയ്യൂര്. അപ്പോൾ വിയ്യൂരിലേക്ക് മാറ്റാനാണ് നിലവിൽ ആലോചന നടക്കുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. തെളിവെടുപ്പിന് വേണ്ടി കണ്ണൂർ ജയിലിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് ഗോവിന്ദചാമിയെ. ഇന്ന് പുലർച്ചെ മുതൽ നാടകീയമായ രംഗങ്ങൾ, ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളിലേക്കാണ് ഇന്ന് കേരളം കണ്ണി കണ്ടുണർന്നത് എന്ന് വേണമെങ്കിൽ പറയാം. മണിക്കൂറുകൾക്ക് ശേഷമാണ് ആശ്വാസകരമായ ഒരു വാർത്ത നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. എന്തായാലും ജയിൽ ചാടിയ ഗോവിന്ദചാമി പിടിയിലായി. അത് വലിയ ആശ്വാസം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോവുകയാണ് ഗോവിന്ദചാമിയെ. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. 4 ജയിൽ ഉദ്യോഗസ്ഥർക്ക്, പ്രിസൺ ഓഫീസർ അടക്കം 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് ജയിൽ ചാടിയത്, ആ വിവരങ്ങൾക്ക് അന്വേഷിക്കുകയാണ് ഇപ്പോൾ പോലീസ്. അതിനുവേണ്ടി തെളിവെടുപ്പ് നടത്താൻ കൊണ്ടുപോവുകയാണ് ഗോവിന്ദചാമിയെ. ഫെലിക്സ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, സ്വാഭാവികമായും എങ്ങനെ ചെയ്തു, എന്തൊക്കെയായിരുന്നു ആസൂത്രണം, എങ്ങനെ സാധിച്ചു, ഇക്കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പിന് കൊണ്ടുപോവുകയാണ്. വലിയ സുരക്ഷാ സന്നാഹവും ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കൃത്യമായി ഇപ്പോൾ ഗോവിന്ദചാമിയുടെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. പ്രേക്ഷകർക്ക് മാതൃഭൂമി ന്യൂസ് സ്ക്രീനിൽ ഗോവിന്ദചാമിയെ കാണാൻ കഴിയുന്നുണ്ട്. ഓർക്കണം, താടിയൊന്നും ഇപ്പോൾ അതുപോലെ തന്നെയുണ്ട്. താടിയും മുടിയും വളർത്താൻ പാടില്ല എന്ന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട് ജയിൽ ചട്ടത്തിൽ. അതൊക്കെ ലംഘിച്ചുകൊണ്ട് നോക്കുക, ഒരു തരത്തിലും എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇത്രയും കാലത്തെ ജയിൽവാസം, ഗോവിന്ദചാമിയുടെ ജയിൽവാസം എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണിത്. ഇപ്പോൾ തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയാണ്. ഫെലിക്സ്, എപ്പോൾ എത്തും അവിടേക്ക്? കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ നിന്നും ഏതാണ്ടൊരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ പറയുന്ന കണ്ണൂർ സെൻട്രൽ ജയിൽ. ആ ജയിലിലേക്കാണ് തെളിവെടുപ്പിനായി ഇപ്പോൾ ഗോവിന്ദചാമിയെ കൊണ്ടുപോകുന്നത്. വൻ സുരക്ഷാ വലയമുണ്ട്. അതായത് ഗോവിന്ദചാമി ഇരിക്കുന്ന വാഹനത്തിൽ തന്നെ 20-ലധികം പോലീസുകാരുണ്ട്. ഒപ്പം തന്നെ എസ്കോർട്ടായി മറ്റൊരു വാഹനമുണ്ട്, അതിൽ നിറയെ പോലീസുകാരുണ്ട്. അങ്ങനെ വൻ സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നത്. തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷം ആയിരിക്കും പിന്നീട് ഈ പറയുന്ന ഈ ജയിലിലേക്ക് അല്ലെങ്കിൽ കോടതിയിൽ കൊണ്ടുപോകുക, മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുക. ഈ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. എങ്ങനെയാണ് ജയിൽ ചാടിയതെന്ന് ഗോവിന്ദചാമിയിൽ നിന്ന് നേരിട്ട് തെളിവെടുക്കുക എന്നതാണ് അതിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതായത് എങ്ങനെയാണ് കമ്പി വളച്ചത്, എങ്ങനെയാണ് അതിനുശേഷം അവിടെ നിന്നും പുറത്തേക്ക് കടന്നത്, അങ്ങനെ പുറത്തേക്ക് കടന്നതിന് ശേഷം എങ്ങനെയാണ് മതിൽ ചാടിയത്, എവിടുന്നാണ് ഈ തുണി കിട്ടിയത്, ആ തുണി എങ്ങനെ ഉപയോഗിച്ചു, അത് എങ്ങനെ മതിലിന് മുകളിൽ കയറാൻ കഴിഞ്ഞു, അവിടെ നിന്നും ചാടി താഴേക്ക് എങ്ങനെ ഇറങ്ങാൻ കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നടന്ന സംഭവങ്ങൾ എങ്ങനെയാണെന്ന് ഗോവിന്ദചാമിയെ കൊണ്ട് തന്നെ വിശദീകരിപ്പിക്കുന്ന തെളിവെടുപ്പിലേക്കാണ് ഇപ്പോൾ പോലീസ് വളരെ വേഗം കടന്നിട്ടുള്ളത്. ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഗോവിന്ദചാമിയെ കൊണ്ടുപോകുന്നു. 10-ാം നമ്പർ ബ്ലോക്ക്, അതീവ സുരക്ഷിതമായ 10-ാം നമ്പർ ബ്ലോക്കിലാണ് ഗോവിന്ദചാമി കഴിഞ്ഞിരുന്നത്. ആ ബ്ലോക്കിനുള്ളിൽ വെച്ച് ഇങ്ങനെയൊരു ജയിൽ ചാട്ടം എങ്ങനെ ഗോവിന്ദചാമിക്ക് നടത്താൻ കഴിഞ്ഞു, അത് ലൈവായി തന്നെ ഈ ഗോവിന്ദചാമിയിൽ നിന്ന് കേൾക്കുക, അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിലേക്ക് ഈ ഗോവിന്ദചാമിയെ വീണ്ടും എത്തിക്കുന്നത്. ഇത്രയും വർഷം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ ഗോവിന്ദചാമി അവിടെ നിന്നും കൃത്യമായ ആസൂത്രണത്തോടെ അവിടെ നിന്നും ജയിൽ ചാടുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിന് മടങ്ങി വരാം. നമ്മളിതാ കൃത്യമായ ദൃശ്യങ്ങൾ കാണുകയാണ്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഗോവിന്ദചാമിയെ വലിയ സുരക്ഷാ സന്നാഹത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അത് കഴിഞ്ഞ് 20ഓളം പോലീസുകാരാണ് ഗോവിന്ദചാമിയെ കയറ്റിയ വാഹനത്തിൽ മാത്രമുള്ളത്. അത്രയും സുരക്ഷാ വിന്യാസത്തിലാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നത്. അപ്പോൾ തെളിവെടുപ്പിനായി ആദ്യം ഈ കണ്ണൂർ ജയിലിലേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് 10-ാം നമ്പർ ബ്ലോക്കിലേക്ക്. അവിടെ നിന്ന് എങ്ങനെ പുറത്തേക്ക് ചാടി, 3 മതിൽ ചാടിയാണ് പുറത്തേക്ക് രക്ഷപ്പെട്ടത്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഈ ഒറ്റക്കൈയും
വെച്ച് ചെയ്യാൻ കഴിഞ്ഞു? എവിടെ നിന്ന്? ഇപ്പോൾ റിമാൻഡ് പ്രതികളുടെ തുണികളാണ് ഉപയോഗിച്ചത് എന്ന് പറയുന്നു. അതൊക്കെ എവിടെ നിന്ന് കിട്ടി? എങ്ങനെ അത് കണ്ടെത്തി? അതൊക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് മതിൽ ചാടിയത്? ഈ വിവരങ്ങളൊക്കെ ശേഖരിക്കേണ്ടതുണ്ട്. അതിനെടുത്ത സമയം അറിയേണ്ടതുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജയിൽ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനം തെളിവ് ശേഖരിക്കുക. ഇതെല്ലാം ചെയ്യാൻ എങ്ങനെ സാധിച്ചു ഗോവിന്ദചാമിക്ക് എന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള ആസൂത്രണം ഏത് രീതിയിലായിരുന്നു എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പിലേക്ക് ഇതാ ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങുകയാണ്. കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ കണ്ണൂർ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് ഗോവിന്ദചാമിയെ. അധികം ദൂരമില്ല, വളരെ പെട്ടെന്ന് തന്നെ കണ്ണൂരിലെ ജയിലിലേക്ക് ഗോവിന്ദചാമിയെയും വഹിച്ചുകൊണ്ടുള്ള അന്വേഷണ സംഘം അവിടേക്ക് എത്തും. ഒരു തരത്തിലും ഒരു കൂസലും ഗോവിന്ദചാമിയുടെ മുഖഭാവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ചോദ്യം ചെയ്യലിൽ ഇനി എന്ത് ചെയ്താലും എനിക്ക് ഒന്നും സംഭവിക്കാനില്ല എന്നുള്ള ഒരു പ്രതികരണം, ഒരു മൊഴി ഗോവിന്ദചാമി നൽകിയതായും നമ്മൾ അറിയുന്നുണ്ട്. അതായത് ഒരു തരത്തിലുള്ള മാനസാന്തരപ്പെടലും ഗോവിന്ദചാമിക്ക് ഉണ്ടായിട്ടില്ല എന്ന് ഓരോ നിമിഷവും നമ്മൾക്ക്, കേരളീയർക്ക്, മലയാളിക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്.